പേര്, ഞാനിപ്പോൾ പറഞ്ഞ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിന്റെ ജയത്തിന് ഇതൊരു വലിയ കാരണമായിരുന്നു. രണ്ടാമത് സുനിൽകുമാറിനെ സംബന്ധിച്ച് സുനിയേട്ടനാണ്, തൃശ്ശൂരുകാരുടെ സുനിയേട്ടനാണ്. പിന്നെ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജൻ തൃശ്ശൂർ തന്നെയുള്ള ഒരു CPIയുടെ നേതാവാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നമ്മൾ ചരിത്രം ഇങ്ങനെ നോക്കുമ്പോൾ CPIക്ക് ഏറ്റവും കൂടുതൽ ആളുള്ള സ്ഥലമാണ് തൃശ്ശൂർ. CPIക്കാർ ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂരാണ്. കരുണാകരനെ മലർത്തി അടിച്ച സ്ഥലം, VV രാഘവൻ കരുണാകരനെ മലർത്തി അടിച്ചിട്ടുണ്ട്. അതേപോലെ പല കേസുകളും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വർഷം ഈ പറയുന്ന പോലെ ഇത് പിടിച്ചു വെക്കാവുന്ന മാക്സിമം മുഖ്യമന്ത്രി പിടിച്ചു വെച്ചു. പ്രജിത ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ കേസ് എൻ്റെ പീക്ക് പോയിന്റ് നിൽക്കുമ്പോൾ LDF കൺവീനറും LDFന്റെ ഒരു മുന്നണി യോഗം ഉണ്ടായിരുന്നു. ഈ മുന്നണി യോഗത്തിൽ ഈ രാജൻ മിനിസ്റ്റർ, അതായത് ബിനോയ് വിശ്വം, അതായത് മുന്നണി യോഗം വരുമ്പോൾ പിന്നെ അവരുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വരും, ചിലപ്പോൾ രാജന് വരാം, മന്ത്രി രാജന് വരാം. മന്ത്രി രാജനാണ് കക്ഷി നേതാവ്, നിയമസഭയിലെ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ കക്ഷി നേതാവ് രാജനാണ്. അപ്പോൾ രാജൻ വരും. പിന്നെ അതുപോലെ തന്നെ ജനതാദളിന്റെ പ്രതിനിധി, ഇങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് പിന്നെ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കൺവീനറോട് ഇതിന്റെ മേലൊരു തീരുമാനം വേണം എന്ന് കട്ടൻ ഡ്രൈ ആയിട്ട് പറയുമ്പോഴും ഈ പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്നും ഒരു CPMന്റെ സെക്രട്ടറി മേലങ്കിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അദ്ദേഹം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി മേലങ്കിൽ നിന്ന് അദ്ദേഹം ഇന്നും മാറിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ ഒരു ഷർട്ട്, അദ്ദേഹം സെക്രട്ടറി എന്ന ഷർട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അന്ന് വരട്ടി പറ്റില്ല, ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഒടുവിൽ മാറ്റി നിർത്തേണ്ടി വന്നു.